എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച സമയത്ത് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലേതെങ്കിലും ഒന്ന് പറയാം? അതിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന വിളനിലം സമരമാണ്. അപ്പോൾ ആ സമരം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വിളനിലം സർവകലാശാലയിൽ വരില്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു ഞങ്ങൾക്കൊരു വിവരം കിട്ടി, വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എസ് എഫ് ഐക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒരുമിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ളത് UP ജോസഫാണ്, തൃശ്ശൂരിലെ കോമ്രേഡാണ്. അദ്ദേഹത്തിന് നല്ല പൊക്കമുണ്ട്. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ പെട്ടെന്ന് വളരെ സ്പീഡിനാണ് ഈ വണ്ടി വന്നത്. അപ്പോൾ പ്രതിരോധിക്കാൻ വേറെ മാർഗ്ഗമില്ല. പക്ഷേ UP ജോസഫ് വളരെ പെട്ടെന്ന് തന്നെ ഈ വണ്ടിയുടെ മുമ്പിൽ ചാടി. ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൈ രണ്ടും ബോണറ്റിൻ്റെ മുകളിൽ ഊന്നാൻ പറ്റിയത് കൊണ്ട് ഇടി കിട്ടിയില്ല, നേരെ മറിഞ്ഞ് വീണു. അന്നാണ് എന്നെ പൂണ്ടടങ്കലം അസിസ്റ്റന്റ് കമ്മീഷണർ പിടിച്ച് വയ്ക്കുന്നത്. വളരെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഈ UP ജോസഫ് അയാളുടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ ബോണറ്റിൽ കൈ ഊന്നിയില്ലായിരുന്നെങ്കിൽ രംഗം വളരെ മോശമാകുമായിരുന്നു. വല്ലാതെ ഞങ്ങൾ പേടിച്ചു പോയ ഒരു സന്ദർഭമാണ്. മറ്റൊരനുഭവം എൻ്റെ ജീവിതത്തിലുള്ളത്, ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വലിയ ലാത്തി ചാർജിൽ പരിക്കുപറ്റി തറയി വീണപ്പോൾ എൻ്റെ കഴുത്തിന് ചവിട്ടിയ ഒരു സന്ദർഭം. അപ്പം അങ്ങനെ SFIയുടെ കാലത്ത് നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ആവേശമാണ്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ അത് വളരെ ഒരു ആവേശമുള്ള ഒരു കാര്യമാണ്.